ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്രിപ്പ് നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഏതാണ്ട് ഒരു 7 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട്. ഒരു 250 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ നല്ല ഹോട്ടലുകൾ സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി കരുതിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഊട്ടി ചുരമൊക്കെ കയറി ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ഷൂട്ടിംഗ് പോയിന്റ് കാണാൻ പോകാനാണ്. മെയിനായിട്ട് അവിടെ ഒരു വലിയൊരു മുട്ടക്കുന്നാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാം. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. പലവട്ടം ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം നമ്മൾ ഫസ്റ്റ് ടൈമിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിൽ നല്ല ക്ലൈമറ്റും അതേ സമയത്ത് നല്ല മഴയുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫോഗി ക്ലൈമറ്റാണ്. നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ് അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് കുറച്ച് കടകളൊക്കെ കണ്ടു, പാനിപ്പൂരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് വാങ്ങി ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഒരു പുൽക്കൂട് എന്നുള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ നല്ലൊരു മാച്ചിങ് ലുക്ക് തന്നെയായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ലൊക്കേഷനും. ഇവിടെ കാർ പാർക്കിങ്ങിന് മാത്രമായിട്ട് വേറൊരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് നടന്നു വരികയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുന്നിൻ മുകളാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ട്രക്ക് ചെയ്ത് കയറണം. ഒരു ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും ഇത്തിരി കയറി നമ്മൾ മുകളിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, ഗംഭീര വൈബാണ്. ഞങ്ങൾ വന്ന ടൈമിൽ ഒരുപാട് പേര് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അവരൊക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കണം. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കോളേജ് പിള്ളേർ അങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നവരും അങ്ങനെ ഒരുപാടുണ്ട്. കൂടുതൽ ആൾക്കാരും ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും റീൽസൊക്കെയാണ് കൂടുതൽ എടുക്കുന്നത്. ഞങ്ങളും എടുത്തു കുറച്ച് ഫോട്ടോസും. ഇപ്പോൾ വന്ന ടൈമിൽ മഴ കഴിഞ്ഞ് തീർന്നത് കൊണ്ട് ഇപ്പോൾ ആ ഫോഗൊക്കെ മാറി നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇവിടെ ഫുൾ ഫോഗ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകളും കാണാൻ പറ്റില്ല. ലോങ് സ്ട്രെച്ച് കാഴ്ചകൾ ഒട്ടും കാണാൻ പറ്റില്ല. നമുക്കൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളത് കണ്ടു നിൽക്കുമ്പോഴേക്കും ഫോഗ് വന്ന് മൂടും ചെയ്തു. ഇസക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇസക്കുട്ടിക്ക് തണുത്ത് വരച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ഇവിടുത്തെ ചൂട്. അങ്ങനെ എന്താ പറയുക, ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാര്യം ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ഫോട്ടോഷൂട്ട് ഏരിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് തുടങ്ങി ഇവിടെ കാണാൻ എന്താ പറയുക, ഇവിടുന്ന് പോകാൻ തോന്നില്ല നമുക്ക്. അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചെറുതായിട്ട് മഴയും കൂടിയും പെയ്തു തുടങ്ങി. മഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രിസ്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പ്ലാനഡാണ്. പക്ഷേ ഇവിടെ തൊട്ട് താഴെയായിട്ട് ഇതേപോലത്തെ തന്നെ വേറൊരു മുട്ടക്കുന്ന് കണ്ടു. അവിടെയും ഈ പറഞ്ഞ പുൽക്കൂട് പോലെയുള്ള ഒരു ടെൻറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും ഇസക്കുട്ടിയുടെ ഒപ്പമുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെടുത്തു. ഊട്ടിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഊട്ടിയിലുള്ള നല്ല സ്ഥലങ്ങളിൽ വെച്ച് ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ അല്ലെങ്കിൽ അതിലാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഷൂട്ടിംഗ് പോയിന്റ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ മറ്റേ ഹോഴ്സ് സഫാരിയുടെ ഒരുപാട് ഹോഴ്സുകൾ അവിടെ കെട്ടിയിട്ടാണ് അങ്ങനെ കാണാം. അങ്ങനെ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്പേസാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യം കണ്ടത്. ചെമ്മരിയാടാണത്. അത് ഒരു 100-150 മേലെയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ നല്ലൊരു ഫോഗി ക്ലൈമറ്റ്, നല്ല വിശപ്പും തുടങ്ങി. അപ്പോൾ ഒന്നും നോക്കിയില്ല, വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഫുഡ് ഐറ്റംസൊക്കെ ഇട്ട് ഞങ്ങൾ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി വേറെ ലെവല് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെയൊരു ഫോഗി ക്ലൈമറ്റിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. സംഭവം ഞങ്ങളിവിടെ വന്നിരുന്ന ടൈമിൽ തന്നെ തൊട്ടപ്പുറത്ത് അവിടെ ഇവിടേക്ക് ആയിട്ട് ഒരുപാട് പേര് ഇതുപോലെ കാറും ബൈക്കൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെടുത്തു കുറച്ച് ഫോട്ടോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ അവിടെ ഇരുന്നപ്പോൾ ശരിക്കും ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു, ഫോഗി ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു.
ഞങ്ങൾ പോയിട്ടുള്ള ഒരുവിധം ഹിൽ സ്റ്റേഷൻ യാത്രകളിൽ ഈ ഊട്ടിയിൽ വന്നിട്ടുള്ള ഈ ഒരു മൊമെൻ്റാണ് ഏറ്റവും നല്ല വൈബ് കിട്ടിയൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പറയാം. നല്ല രസമായിരുന്നു ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിൽ പോയിട്ട് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ലെവല് വൈബായിരിക്കും. അങ്ങനെ നമ്മുടെ ഇസക്കുട്ടി ഇവിടെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. സന്തോഷം വേറെ ഒന്നല്ല, ആൾ ഇത്ര നേരം ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വിശന്നിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആൾക്ക് ടൈമിന് ഫുഡ് കിട്ടിയത്. അപ്പോൾ ഇനി ഇസക്കുട്ടിയുടെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റുകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് പൈൻ ഫോറസ്റ്റും ലേക്കിലേക്കാണ്. അത് ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമാണെന്നറിയാം. എന്നാലും അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.